നമ്മുടെ ഈ ഒരു IC SR6 ഇഷ്യൂ ഉണ്ട്. ഒരു ഡെല്ല് ലാപ്പ് സർവീസിന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലാപ്പ് ഓണാക്കുന്ന സമയത്ത് ഹാർഡ് ഡിസ്കിൻ്റെ റീഡിങ് സൗണ്ട് നിന്നിട്ട് സഡൻലി ലാപ്പ് ഓഫ് ആവും. അപ്പോൾ നമുക്കിത് ബേസിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആണെങ്കിലും സെറ്റാക്കാം. അതുമല്ല മദർ ബോർഡിൻ്റെ ഹെവി ഇഷ്യൂ ആണെങ്കിലും നമ്മൾ കസ്റ്റമർ ലാപ്പ് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഒന്ന് ഇത് അഴിച്ചു നോക്കാം. ഇത് ഡെൽ ഇൻസ്പിറാൻ 3000 സീരീസാണ്, 7th ജനറേഷൻ കോർ i3 ആണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഒരു ക്യാഷുകാരനാണ് ഗൈസ്. അങ്ങേര് പുതിയ ലാപ്പ് മേടിച്ചാൽ നമുക്കൊരു കച്ചവടം കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ റെഡിയാക്കി കൊടുക്കാം. ബേസിക് ഇഷ്യൂ ആണെങ്കിലും നോക്കാം നമുക്ക്. അപ്പം നമുക്കിത് ഓണാവത്തില്ല. നമുക്കൊന്ന് ചാർജർ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഹെവി ഇഷ്യൂ ആണെങ്കിലും നമ്മളിതിനെ സ്ക്രാപ്പിനിടുന്നതായിരിക്കും ഗൈസ്. കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് വാല്യൂ കൊടുക്കും, പിന്നെ നമ്മളിതിനെ സ്ക്രാപ്പിനിടുന്നതായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി പഴയതൊന്നും ഇപ്പോൾ റിപ്പയർ ആയാൽ നിൽക്കത്തില്ല. അപ്പം നമുക്കൊന്ന് ലാപ്പ് ഓണാക്കി നോക്കാം. വഴിയെടുക്കുന്ന പൂച്ചാണ്ടി, ലൈറ്റ് അടിക്കുന്ന പൂച്ചാണ്ടി, വഴിയേരികിടത്ത് ചെന്നിക്കണ പൂച്ചാണ്ടി. പിന്നെ നമുക്ക് ലാപ്പ് ഓണാക്കുമ്പോൾ ഇങ്ങനെ റാമിൻ്റെ ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് റാം സ്ലോട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ കീബോർഡ് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. ഇനി കീബോർഡിൽ വല്ല ഷോർട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ മോളിൽ കൂടെ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ പറ്റും കീബോർഡ്. ഇന്റർണൽ കീബോർഡ് അല്ല ഇതിൻ്റെ, അപ്പോൾ മോളിൽ കൂടെ എടുക്കുന്നതാണ്. ഈ മോഡലിൽ നമുക്ക് ബാക്ക് സൈഡിൽ സ്ക്രൂ ഒന്നും വരത്തില്ല. ഇത് ഡെൽ ഇൻസ്പിറാൻ 3000 സീരീസ് ആണ്. അപ്പം നമുക്കിതിൻ്റെ കണക്ടർ ഒന്ന് ലാപ്പ് ഓൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ CPU സൗണ്ട് ഇച്ചിരി ഹെവി ആയി റണ്ണായിട്ട് സഡൻലി ഓഫായി ലാപ്പ്. അപ്പം നമുക്ക് അഴിച്ചു നോക്കാം. നമുക്കിതിൻ്റെ മോഡ് വശത്തിൽ ഒരു കീബോർഡിൻ്റെ ഡൗൺ സൈഡിൽ ഒരു 6 സ്ക്രൂ വരും. അതിനെ നമ്മൾ റിമൂവ് ആക്കും ആദ്യം. എന്ന് വെച്ചാൽ ഈ ലാപ്പിന് ഇതുവരെ റിപ്പയർ ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്കിവിടെ കുറച്ച് ഒന്ന് DVD റൈറ്ററിൻ്റെ ഒരു കണക്ടറുണ്ട്, ടച്ച് പാഡിൻ്റെ ഉണ്ട്, പിന്നെ ഒന്ന് പവർ ബട്ടൻ്റെ ഒരു കണക്ടറുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം.
ഇത് ടച്ച് പാഡിൻ്റെ കണക്ടറാണ് ഈ കാണുന്നത്. ഈ ബ്ലാക്ക് വന്നിട്ടും ടച്ച് പാഡ്. ഇത് നമ്മുടെ DVD റൈറ്ററിൻ്റെ, ഇത് നമ്മുടെ പവർ ബട്ടൻ്റെ കണക്ടറാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ബാക്ക് സൈഡ് റിമൂവ് ചെയ്യാം. ആദ്യം ബാറ്ററി റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം DVD റൈറ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പുറകുവശത്തുള്ള എല്ലാ സ്ക്രൂകളും റിമൂവ് ചെയ്യുക. അപ്പം നമ്മൾ എല്ലാ സ്ക്രൂകളും റിമൂവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓക്കെ ഡൺ. നമുക്ക് DVD റൈറ്റർ വരാൻ ഇച്ചിരി പാടാണല്ലോ. ഇത് ഇവിടെ ഒരു ലോക്കുണ്ട്, ഇച്ചിരി ടൈറ്റ് ഉണ്ട് ഇതിൻ്റെ DVD റൈറ്റർ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ തള്ളിക്കൊടുത്താൽ മതി. ഇവിടെ സൈഡിലൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ DVD റൈറ്ററിൻ്റെ 3 സ്ക്രൂ ഉണ്ട്. പിന്നെ ഈ ബാറ്ററിയുടെ അടിയിലൊരു സ്ക്രൂ ഉണ്ട്. സേഫായിട്ട് അഴിക്കണം, ഇല്ല നമ്മൾ അടിക്കാൻ നേരത്ത് വല്ല പൊട്ടുകയോ പിടിക്കുകയോ ചെയ്താൽ കസ്റ്റമർ അലമ്പാക്കും ഗൈസ്. ആദ്യം പറ്റുന്നത്ര നമ്മൾ നഗരിട്ട് അടിക്കാൻ നോക്കുക. പക്ഷേ ഇതിനു മുന്നേ ഇത് ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല, അപ്പം നല്ല ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ലാപ്പ് റിമൂവ് ചെയ്യുന്ന ഈ സാധനം വരും, അതിട്ട് നമ്മൾ എടുക്കുക. ഈ ഒരു സ്റ്റീലിൻ്റെ ഇത് വെച്ച് വേണം പൊക്കണേൽ. പിന്നെ ചില കസ്റ്റമർ ഉണ്ട്, ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഈ 15 കൊല്ലം പഴയ ലാപ്പൊക്കെ ആയിരിക്കും, 95-ലെ സാധനമൊക്കെ ആയിരിക്കും. എന്നിട്ട് അതെന്ന് വെച്ചാൽ ആൾറെഡി എല്ലാം നമ്മുടെ ഈ പ്ലാസ്റ്റിക് എല്ലാം കുമ്പായിരിക്കും. അപ്പം നമ്മളെ അഴിക്കാൻ നേരത്ത് കട്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ചിലർ അവരെന്തോ 1 കൊല്ലമായി മേടിച്ച രീതിയിൽ നമ്മളോട് സംസാരിക്കും, എവിടെയെങ്കിലും ഒരു ഇച്ചിരി അങ്ങാൻ കട്ടായി കഴിഞ്ഞാൽ. പക്ഷെ അവരുടെ പ്രായം കാണുമോ ലാപ്പിന്, അവർ മനസ്സിലാക്കുന്നില്ല ഗൈസ്. നമ്മളാവുന്നത്ര സ്മൂത്തിലായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ചില ലാപ്പൊക്കെ അറിയാലോ, ഇപ്പം നമ്മൾ ഇത്ര പഴകുന്നതനുസരിച്ച് അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. ഇതിവർ മനസ്സിലാക്കുന്നില്ല.
ഇത്രേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാം. ലാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ കീബോർഡിൻ്റെ അടിയിൽ നമ്മുടെ DVD റൈറ്ററിൻ്റെ കണക്ടറും കാര്യങ്ങളെല്ലാം വരും. അത് നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഇത് ഒറ്റ വലിക്കിത് ഇതിൻ്റെ സ്ലോട്ട് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ വെക്കാം, സൈഡിൽ വെക്കാം. അപ്പം നമുക്കിനി ഒന്ന് ചാർജർ കണക്ട് ചെയ്യാം ഗൈസ്. അപ്പം നമ്മൾ ഇതിൻ്റെ റാം ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റാം വരുന്നത് 4 GB മറ്റൊരു റാം വരുന്നത് 2 GB ആണ്. അപ്പോൾ നമുക്ക് 2 റാം ഡിസ്കണക്ട് ചെയ്ത് ഓണാക്കിയാലും അതേ സൗണ്ട് വരും. റാം ഇല്ലാത്തതിൻ്റെ ഒരു സൗണ്ട് വരും, ബീപ്പ് സൗണ്ട് കണ്ടോ. അപ്പം നമുക്ക് നമുക്ക് 4 GB റാം ഇട്ട് നോക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. സെയിം ഇഷ്യൂ. അപ്പോൾ നമുക്ക് 2 GB ഇട്ട് നോക്കാം. റാമിൻ്റെ സ്ലോട്ടിലെല്ലാം പൊടിയുണ്ട്. പൊടിയെല്ലാം എന്തൊക്കെയോ ഡസ്റ്റ് പോയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്കത് ഏതായാലും ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ 2 റാമിൻ്റെ സ്ലോട്ടും. യെസ്. വെച്ചാൽ നമ്മൾ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ലാപ്പ് തന്നെ ഓൺ ആവുകയാണ്. മോസ്റ്റ്ലി മദർ ബോർഡ് ഇഷ്യൂ ഉണ്ട്. ഇത് കണ്ടില്ലേ, CPU ഫാനിൻ്റെ സൗണ്ട് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഇത് അതേ മുടക്കം തന്നെ റീസ്റ്റാർട്ടായി ലാപ്പ്. യെസ്. അപ്പം നമ്മൾ മറ്റൊരു റാം മാറിയിട്ട് നോക്കിയിട്ടുണ്ട്. ഓണാക്കി നോക്കാം. സെയിം ഇഷ്യൂ ആണ്.
അപ്പോൾ നമ്മൾ വീണ്ടും റാം സ്ലോട്ട് ചേഞ്ച് ചെയ്ത് നോക്കി, സെയിം ഇഷ്യൂ, ഓൺ ആവുന്നില്ല. നമുക്ക് CMOS ബാറ്ററീനെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഏതായാലും CMOS ബാറ്ററി വീക്ക് ഉണ്ട്. നമുക്കൊന്ന് വേറെ ഒന്ന് നമുക്ക് ഇട്ട് നോക്കാം. അപ്പം നമ്മൾ CMOSും ചെയ്തു, ബാറ്ററി ചേഞ്ച് ചെയ്തു, ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇതിൻ്റെ മദർ ബോർഡാണ് ഇഷ്യൂ. നമുക്ക് ഇനി അത് മദർ ബോർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്. ഇതുകൊണ്ടല്ലേ ലാപ്പ് അങ്ങ് നല്ല സ്പീഡിൽ ഓണായിട്ട് CPU ഫാനിൻ്റെ സൗണ്ട് വരും. അതുപോലെ നമുക്ക് റാമിൻ്റെ സൗണ്ടും വന്നുകൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റാം ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഫുൾ അഴിച്ച് നോക്കാം. നമുക്ക് മദർ ബോർഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം മൾട്ടിമീറ്റർ വെച്ച്. വാട്ട് ഈസ് ദി എക്സാക്ട് ഇഷ്യൂ? ഐ തിങ്ക് മദർ ബോർഡ് ഇഷ്യൂ ആവാനാണ് ചാൻസ്. പ്രൊസസ്സർ ഇഷ്യൂ ആണ്. ഇനിയിപ്പോൾ ചില മദർ ബോർഡ് ഒന്ന് റിപ്പയർ ചെയ്താൽ നമുക്ക് കംപ്ലൈൻറ്റ് പെർമനൻ്റായി പോകത്തില്ല. വീണ്ടും അത് തന്നെ റിവൈൻഡ് ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്. WD 1TB ഹാർഡ് ഡിസ്ക് ആണ്. പിന്നെ 2 റാമും ഇത് 7th ജനറേഷൻ ലാപ്പാണ്, DDR3. ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. യെസ്, നമുക്കിതൊരു ഷോർട്ട് ഉണ്ട്. നമ്മുടെ ഈ ഒരു IC SR6 ഇഷ്യൂ ഉണ്ട്, ഷോർട്ട് ഉണ്ട്. യെസ്, ഇതും ഇഷ്യൂ ഉണ്ട്. യെസ്, ഈ സെക്ഷനിൽ ഓക്കെ ആണ്, കുഴപ്പമില്ല. യെസ്, കുഴപ്പമില്ല.
യെസ് ഓക്കെ. യെസ് ഓക്കെ. കുഴപ്പമില്ല. യെസ് വോൾട്ടേജ് വരുന്നുണ്ട്. യെസ് ഓക്കെ. സീമോ സെക്ഷൻ ഓക്കെ ആണ്. യെസ് ഓക്കെ. നമുക്ക് കംപ്ലൈൻ്റ് ഉള്ളത് ഈ രണ്ട് IC സെക്ഷൻ ഷോർട്ട് ഉണ്ട്. നമുക്കത് ഇനി നോക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കമ്പോണന്റ് ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഈ സെക്ഷനിൽ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇതിൽ ഇഷ്യൂ ഉണ്ട്. പിന്നെ CMOS ഇതിൽ ഇഷ്യൂ ഉണ്ട്. ഇതിലും ഇഷ്യൂ ഉണ്ട്. പിന്നെ നമുക്കൊരു സമയം എടുക്കും. കറക്റ്റ് എന്നാന്നൊന്നും കൂടെ നോക്കണം. അപ്പോൾ നമുക്കൊരു 3 days ലേറ്റർ കാണാം. അപ്പം നമുക്കിനി ചെയ്യേണ്ടത് നമ്മൾ മദർ ബോർഡിനെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി മദർ ബോർഡ് അഴിക്കണം. പ്രൊസസർ ഫാൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മദർ ബോർഡ് എടുക്കുമ്പം ടോട്ടലി വരും. നമുക്ക് ഒരു പക്ഷേ നമ്മുടെ പ്രൊസസ്സറിന് വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ റിപ്പയർ ആവത്തില്ല. അതുമല്ല ഇതിൻ്റെ ചിപ്സെറ്റ് ഇഷ്യൂ ആണെങ്കിലും റിപ്പയർ ആവത്തില്ല. ഇതിൻ്റെ ഡൗൺ സൈഡിൽ വരും നമ്മുടെ ചിപ്സെറ്റ്. ചെറിയ രീതിയിൽ സർക്യൂട്ടൊക്കെ നമുക്ക് ഇതായിട്ടുണ്ട്. കണ്ടില്ലേ? അത്ര ഇതല്ല. അപ്പം ഞാൻ ഇതിൻ്റെ മദർ ബോർഡ് ഒന്ന് അഴിച്ച് നമുക്ക് റിപ്പയറിന് സെക്ഷനിൽ ഇട്ടിട്ട് എന്നാന്ന് നെക്സ്റ്റ് ഞാൻ പറയാം. 2 ദിവസത്തിന് ശേഷം നമ്മൾ മദർ ബോർഡ് എല്ലാം റിട്ടേൺ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊസസ്സർ ഇഷ്യൂ ആണ്. ഇൻറ്റലിൻ്റെ പ്രൊസസ്സറാണ് കംപ്ലൈൻറ്റ്. അപ്പം നമുക്ക് ഈ ലാപ്പ് റിപ്പയർ ആവത്തില്ല. നമുക്കിതിനെ സ്ക്രാപ്പിനിടണം. അപ്പം കസ്റ്റമർ ഗീവ് പെർമിഷൻ സ്ക്രാപ്പിന് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവർ വേറെ ലാപ്പ് അപ്ഗ്രേഡ് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ നമുക്കിതിൻ്റെ യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്കും ഈ റാമും ആണ് യൂസ് ഉള്ളത്. വേറെ ഒരു സംഭവം യൂസ് ഇല്ല. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്സ്. പിന്നെ ഈ ലാപ്പ് ഇപ്പം എൻഡ് ഓഫ് ലൈഫ് ഇതില്ല, മാർക്കറ്റിലില്ല. എല്ലാം ആൾമോസ്റ്റ് ലാപ്പ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമറുടെ കയ്യിലൊന്നും ഈ സംഭവം ഇല്ല. ഇപ്പം കസ്റ്റമർ എല്ലാം അപ്ഗ്രേഡ് ചെയ്തായി. അപ്പോൾ ഇതൊക്കെ ഇത്ര 7 കൊല്ലം വന്നത് തന്നെ ലക്കാണ്. ഈ മോഡൽ ഹൈയസ്റ്റ് എല്ലാം 2-3 കൊല്ലത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് വന്ന ലാപ്പാണ് ഹൈയസ്റ്റ്. ഡെല്ല് പഴയ പോലെയൊന്നും ബിൽഡ് ക്വാളിറ്റി ഇല്ല ലാപ്പിന്. HP ആണ് നല്ല ലാപ്പ്. ബാക്കിയെല്ലാം മദർ ബോർഡ് ഇഷ്യൂസ് ഹൈയസ്റ്റ് ഉണ്ട്. ലെനോവോ ആണെങ്കിലും ആസൂസ് ആണെങ്കിലും. അപ്പോൾ നമ്മൾ ഇനി ഇത് പാക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ടോട്ടൽ ഇനി റിമൂവ് ചെയ്ത് പാർട്സ് പല പാർട്സ് ആക്കാനാണ് പരിപാടി. ചെയ്താലും നമ്മൾ ബോഡി യൂണിറ്റ് ആർക്കെങ്കിലും ആവശ്യം വന്നാൽ സെറ്റായി കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയപ്പെടുത്തുക. റീ അസംബിൾ ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. കാരണം നോ യൂസ്. ഗ്രാഫിക്സ് ഇഷ്യൂ ആണ്. പ്രൊസസ്സറും ഗ്രാഫിക്സും ഒരു ഇത് തന്നെയാണ് വരുന്നത്. അപ്പം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ബെറ്റർ ഓപ്ഷൻ ന്യൂ ലാപ്പ് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.